ഡയൽസ് മുടങ്ങി കഴിഞ്ഞാൽ എൻ്റെ മോൻ എണീക്കാൻ പറ്റില്ല. അപ്പം ഡയൽസിന് സമയമാകുമ്പോൾ എൻ്റെ മോൻ പറയും അമ്മ ഇന്ന് എന്താ ചെയ്യണ്. അപ്പം ഞാൻ പറയും മോനെ പൈസ കിട്ടിയില്ല, അറിയാൻ കിട്ടിയില്ല. അപ്പം എൻ്റെ മോൻ ചോദിക്കുന്ന വാക്കാണ് അമ്മ ഞാൻ ചത്തോട്ടെ എന്ന്. അങ്ങനെ എൻ്റെ മോൻ പറയാം 4 മണിയാകുമ്പോൾ എൻ്റെ മോൻ എന്നെ വിളിക്കും അമ്മ എന്താ ചെയ്യണ്ട അമ്മേന്ന്. ഞാൻ കുറേ ആൾക്കാരോട് ഞാൻ പൈസ വയ്ക്കും. ചിലവർ 5 ലക്ഷം രൂപ കടായി എനിക്ക്. ഞാൻ ആരും തരാനില്ല, എൻ്റെ കയ്യിലെടുക്കാനില്ല. ഞങ്ങളുടെ എൻ്റെ ജീവൻ മാത്രമല്ല ഇനി. എൻ്റെ മോൻ അങ്ങനെ പറയുമ്പോൾ എത്രത്തോളം ഒരു അമ്മേനെ വിഷമം. ഞാൻ ചത്തോട്ടമ്മേന്ന്. അപ്പം ഞാൻ എന്താ തിരിച്ച് പറയാം എൻ്റെ മോനോട്. ഞാൻ അപ്പോൾ ഓരോരുത്തർ ചോദിക്കും. എൻ്റെ ചേട്ടനാണ് വിശാൽ ചേട്ടൻ. അപ്പോൾ ആരും ഈ വീഡിയോ കാണാതെ പോകരുത്. കാരണം കാണുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെ കയ്യിലാണ് ഞങ്ങളുടെ ചേട്ടൻ്റെ ജീവൻ ഇരിക്കുന്നത്. അപ്പോൾ ആരും കാണാതെ പോകരുത്. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സഹായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാവരിലും എത്തിച്ചിട്ട് ഞങ്ങളുടെ ചേട്ടനെ തിരിച്ചു തരിക. കാരണം ആഴ്ചയിൽ 4 ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുക. വീട്ടിലെ പ്രശ്നങ്ങളും വീട്ടിലെ പ്രാരാബ്ദവും കാരണം ആഴ്ചയിൽ ഇപ്പം 1 ഡയാലിസിസ് ആണ് ചെയ്യാൻ പറ്റുന്നത്. 1 ഡയാലിസിസ് ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്ക് അതിൻ്റെ നല്ല ബുദ്ധിമുട്ട് കാണുന്നുണ്ട്. കാരണം ഞങ്ങളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഡയാലിസിസും നിർത്തി വെക്കുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആൾക്ക് എണീക്കാൻ പറ്റുന്നില്ല, ഒരാളുടെ ഹെൽപ്പ് വേണം, ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല, വെള്ളം പോലും കുടിക്കാൻ പറ്റില്ല. കാരണം ആകെ കുറച്ച് വെള്ളം കുടിക്കാൻ പറ്റൂ, പക്ഷെ അതിനും ലിമിറ്റ് ഉണ്ട്. അപ്പോൾ ഓരോ ദിവസം കൂടുന്തോറും ബോഡി വീക്കായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാണുന്ന എല്ലാവരും ഇത് മാക്സിമം ഷെയർ ചെയ്തിട്ട് രക്ഷിക്കുക. കാരണം ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേറെ ആരുമില്ല. കാണുന്ന നിങ്ങൾ ഓരോരുത്തരാണ് എന്തെങ്കിലും നിങ്ങളെ കൊണ്ട് പറ്റുന്നത്. അല്ലെങ്കിൽ മാക്സിമം ഷെയർ ചെയ്തിട്ടെങ്കിലും ഞങ്ങളുടെ ചേട്ടൻ്റെ ജീവൻ ഞങ്ങൾക്ക് തിരിച്ചു തരണം. നല്ലൊരു തുക ഇതിന് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല. അതുകൊണ്ട് കാണുന്ന നിങ്ങൾ ഓരോരുത്തരും സഹായിച്ചാൽ മാത്രമേ ആളെ തിരിച്ച ജീവിതത്തിലേക്കും ആളുടെ ജീവനും തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് കാണുന്ന എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. മാക്സിമം ഞങ്ങൾ ഇതാക്കുക. ഞങ്ങളുടെ ചേട്ടനെ ഞങ്ങൾക്ക് തിരിച്ചു തരിക. വേറെ ഒന്നും പറയാനില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ ചേട്ടനെ തിരിച്ചു തരാൻ അതിന് ശ്രമിക്കുന്നത് നിങ്ങളാണ്. എൻ്റെ പേര് പ്രിയലത പ്രസാദ്. ഞാൻ ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ 21ാം വാർഡ് മെമ്പറാണ്. എൻ്റെ വാർഡിൽ താമസിക്കുന്ന വിശാൽ വളരെ ചെറുപ്പത്തിൽ തന്നെ കിഡ്നിക്ക് അസുഖം മൂലം ഇപ്പോൾ ആഴ്ചയിൽ 3 തവണ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ക്രിയാറ്റിൻ്റെ അളവനുസരിച്ച് ഇടയ്ക്ക് 4 തവണയും ഡയാലിസിസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബമാണ്. അമ്മയും വീട്ടിലെ ഏക അത്താണിയാണ് വിശാൽ. അവൻ്റെ കിഡ്നി എത്രയും പെട്ടെന്ന് മാറ്റിവെച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള എല്ലാ സഹായ സഹകരണങ്ങളും എല്ലാവരിൽ നിന്നും പ്രതീക്ഷിച്ചുകൊള്ളുന്നു. എൻ്റെ പേര് ഉണ്ണീഷ്ണൻ, TN ഉണ്ണീഷ്ണൻ. ഞാൻ ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്. എൻ്റെ ഡിവിഷനിൽ പെട്ട ഒരു കുട്ടിയാണ് വിശാൽ. വളരെ ചെറുപ്പക്കാരായ ഒരു പയ്യനാണ്. വളരെ ആക്റ്റീവായിട്ട് നടന്നു തന്നെയാണ്. പക്ഷേ ശരിയാവുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഡയാലിസിസ് തുടങ്ങിയപ്പോൾ 4 ഡയാലിസോളം ഇപ്പോൾ വേണ്ടി വരുന്നുണ്ട്. ഇപ്പോൾ കിഡ്നി മാറ്റി വയ്ക്കേണ്ട ഒരു സംവിധാനത്തിൽ എൻ്റെ അമ്മയുടെ മാച്ചിങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ ഇത് പ്ലാന്റേഷൻ നടക്കുന്നതിന് വേണ്ട സാമ്പത്തിക ബുദ്ധിമുട്ട് അവർക്കുള്ളതുകൊണ്ട് മറ്റുള്ള എല്ലാവരും ഒരു സഹകരണം കൂടി ഉണ്ടായാൽ മാത്രമാണ് നമുക്ക് ആ കിഡ്നി പ്ലാന്റേഷൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനെ എല്ലാവരും സഹായിക്കണം. എൻ്റെ പേര് കാഞ്ചന. ഞാൻ ഇവിടുത്തെ അംഗൻവാടി ടീച്ചറാണ്. വാർഡ് 21-ലെ വിശാൽ നമ്മളുടെ ടീനേജ് കുട്ടികളുടെ അംഗൻവാടിയിൽ ഓരോ പ്രോഗ്രാമിനും എല്ലാവരും മുൻകൈയെടുത്ത് പ്രവർത്തിക്കുകയും എല്ലാ സഹകരണം അവൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് ഉണ്ടാവാറുണ്ട്. അവൻ്റെ നിർധനരായ കുടുംബമാണ്. അച്ഛനില്ല, അമ്മയും മോനും ജോലിക്ക് പോയിട്ട് തന്നെയാണ് കുടുംബം കഴിയാറ്. അപ്പോൾ അവന് ഇങ്ങനെ ഒരു അസുഖം വന്നതിൽ എല്ലാവർക്കും നല്ല വിഷമമുണ്ട്. അതുപോലെ തന്നെ എല്ലാവരുടെ സുമനസ്സുകളുടെയും സഹായം അവന് കൊടുക്കണം. അതാണ് എൻ്റെ അഭ്യർത്ഥന. ഞാൻ ഈ വാർഡിലത്തെ ആശാ വർക്കറാണ്. എൻ്റെ പേര് ഷെൽവി. വിശാലിനെ 3-4 വർഷമായിട്ട് ഞങ്ങൾക്ക് അറിയണതാണ്. നമ്മുടെ ഇവിടെ സ്കൂൾ കാര്യങ്ങൾക്കൊക്കെ വളരെ ആക്റ്റീവായിരുന്നു. 3 വർഷത്തിന് മുന്നാണ് ഈ അസുഖം നമ്മൾ കണ്ടെത്തിയതും പാലിയേറ്റീവ് രജിസ്ട്രേഷൻ ചെയ്തു. മന്ത്ലി ഞങ്ങൾ വന്ന് BP നോക്കും, പിന്നെ ഹെൽത്ത് എഡ്യൂക്കേഷനൊക്കെ ഞങ്ങൾ കൊടുക്കാറുണ്ട്. എത്ര പെട്ടെന്ന് കിഡ്നി മാറ്റി വയ്ക്കണമെന്നാണ് പറയുന്നത്. മാറ്റി വയ്ക്കാനുള്ള പൈസ എനിക്കില്ല. കാരണം എല്ലാവരുടെയും സഹായങ്ങളുണ്ടായി തന്നെയാണ് എനിക്കത് ഇതിന് മോനെ ഒന്ന് രക്ഷിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഞാനിവിടെ തൊട്ടടുത്ത വീട്ടുകാരനാണ്. എനിക്ക് അത്രയധികം പരിചയമുള്ളൊരു കുട്ടിയാണത്. ആ കുട്ടിയുടെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും എനിക്കറിയാം. അവരുടെ അമ്മയുടെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും അറിയാം. അവർക്ക് ഇന്ന് ഒരു സാമ്പത്തിക സഹായമാണ് ആവശ്യം. അതിന് വേണ്ടുന്ന എല്ലാവിധ സഹായങ്ങളും നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എൻ്റെ അനിയത്തിൻ്റെ മോനാണ് വിശാൽ. 19 വയസ്സായിട്ടുള്ള ഈ അസുഖം വന്നിട്ട് ഇപ്പോൾ 2 വർഷമായി. ഇത് ആഴ്ചയിൽ 4 ഡയാലിസാണ് ചെയ്യണത്.
അതിലിപ്പോൾ ഒരെണ്ണം പോലും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഡെയിലി മരുന്ന് കഴിക്കണം, അതുപോലും മേടിക്കാൻ പറ്റണില്ല. പിന്നെ വാടക വീട്ടിലാണ് അവർ, വീട് പോലും ഇല്ല. ചെറുപ്പത്തിലെ തന്നെ അച്ഛൻ മരിച്ചു പോയി. അമ്മ ബേക്കറിയിൽ ജോലിക്ക് പോയിട്ടാണ് കഴിയുന്നത്. പിന്നെ അവന് ഒരു ദിവസം ഡയാലിസിസ് മുടങ്ങി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എണീറ്റ് നടക്കാൻ പോലും പറ്റില്ല. അതേപോലത്തൊരവസ്ഥയാണ്. പ്രിയമുള്ളവരെ, അസ്സാം വലൈക്കും, നമസ്കാരം. ഞാൻ സുൽഫി മണ്ണുത്തിയാണ്. ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലെ ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൽ വാർഡ് 21 താമസിക്കുന്ന പ്രേമിള ചേച്ചിയുടെ വീട്ടിലാണ്. പ്രേമിള ചേച്ചിയുടെ മകൻ വിശാൽ, 19 വയസ്സ് മാത്രം പ്രായമുള്ള പൊന്നുമോൻ, ചെറുപ്പത്തിൽ തന്നെ ഇരുവൃക്കകളും തകരാറിലായിട്ട് വളരെ ഗുരുതരമായ ഒരു അവസ്ഥയിലാണ് സഹോദരങ്ങളെ. ഏകദേശം ആഴ്ചയിൽ ഇപ്പോൾ 4 ഡയാലിസിസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരെണ്ണം ചെയ്യാൻ പോലും പൈസ ഇല്ലാത്തൊരവസ്ഥയിലാണ്. ഇവിടെ ഒരു ചികിത്സാ സഹായ കമ്മിറ്റി വാർഡ് മെമ്പർ സാന്നിധ്യത്തിലും അതുപോലെ തന്നെ ബ്ലോക്ക് പ്രസിഡന്റ് സാന്നിധ്യത്തിലും ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 1.5 ലക്ഷം രൂപയോളം സമാഹരിച്ചു. ആ പൈസ കൊണ്ടാണ് ഇതുവരെ അപ്പോൾ കുട്ടിയുടെ ചികിത്സയും അതുപോലെ തന്നെ എല്ലാം മുന്നോട്ട് പോയിരുന്നത്. ഇപ്പോൾ അമ്മ വൃക്ക കൊടുക്കാൻ തയ്യാറാണെങ്കിൽ പോലും ഏകദേശം 15 ലക്ഷം രൂപ വേണം. ഒരു ടെസ്റ്റ് പോലും അവർക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് സഹോദരങ്ങളെ. വിശാലിൻ്റെ അമ്മ ചേർപ്പിൽ ഒരു ബേക്കറിയിൽ ജോലിക്ക് പോയിട്ടാണ് ആ കുടുംബം മുന്നോട്ട് പോകുന്നത്. വാടക വീട്ടിലാണ് താമസിക്കുന്നത്. സ്വന്തമായിട്ടോ സ്ഥലമോ വീടോ ഒന്നും തന്നെ ഇല്ല. വിശാലിൻ്റെ അച്ഛൻ ചെറുപ്പത്തിലേ മരണപ്പെട്ടു പോയി. ഈ വീഡിയോ കാണുന്ന മുഴുവൻ സഹോദരങ്ങളും നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചികിത്സാ സഹായ കമ്മിറ്റിയുടെ അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ പ്രേമള ചേച്ചിയുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, വിശാലിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അവരുടെ അക്കൗണ്ടിലേക്ക് നൽകിക്കൊണ്ട് ഈ പൊന്നുമോന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ആത്മാർത്ഥമായിട്ട് എല്ലാവരും കൈകോർക്കണമെന്നും ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് എത്തിച്ച് ആ കുടുംബത്തെ സഹായിക്കണമെന്നും വിനീതമായിട്ട് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.